അപ്പൊ ചേട്ടാ ഞാൻ വിളമ്പാം. വിളമ്പി കൊടുക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. വിശ്വസിക്കുന്നു. ഉപ്പ് കുറവാണെങ്കിലും ഉപ്പ് ഒരിക്കലും കുറയത്തില്ല. കാരണം അതാ ഞാൻ ഇട്ടത് കുറവാണെങ്കിൽ ഇതിനകത്ത് അങ്ങ് കോമ്പൻസേറ്റ് ആവുമല്ലോ. ദൈവമേ, തിലകൻ ചേട്ടന് പഠിക്കല്ലേ, കഷ്ടമുണ്ട്. കാളാഞ്ചി വെച്ചിട്ട് തന്നെ ചെയ്തതാ. കഴിക്കുന്നില്ലേ? ഞാൻ നോക്കി. അല്ല ഇതെനിക്ക് നേരത്തെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പ് കൂടുതലാ, ഞാൻ കഴിക്കില്ല. It will be something different. ഇല്ല, no, I don't want. നന്നായിട്ടുണ്ട് കേട്ടോ. തമാശക്കെ എപ്പാട്ട് അസാധ്യമുണ്ട്. ശരിക്കും ഇഷ്ടമായി. സത്യം, ഓണസ്റ്റ്ലി ഇത് നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ വയ്ക്കുന്ന പോലത്തെ തേങ്ങ അരച്ചല്ല ചേച്ചി, ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചതാ. തേങ്ങാപ്പാൽ പാല്. തേങ്ങ ട്രിവാൻഡ്രത്തൊക്കെ വെക്കുന്ന വെറും മുളക് പൊടിയല്ലേ, ഇത് മല്ലിപ്പൊടി അതെല്ലാം. അവിടെ മല്ലിപ്പൊടി ചേർക്കുമല്ലോ. മറ്റേ തേങ്ങ അരച്ച് മാത്രം വെക്കല്ലേ മീന്. ഇത് പക്ഷെ തേങ്ങാപ്പാൽ ഒഴിച്ച് തേങ്ങ അരച്ചിട്ടേ ഇല്ല, തേങ്ങാപ്പാലല്ല വെച്ച. മല്ലിപ്പൊടി, ചെറിയ ഉള്ളി, മല്ലിപ്പൊടിയും നന്നായിട്ടുണ്ട് കേട്ടോ, അസനായിട്ടുണ്ട്. കൊടംപുളിയോ? കൊടംപുളി പുളിയായിട്ടിട്ടില്ല, അതിന്റെ വെള്ളം വെള്ളം ഒഴിച്ചിട്ട്. ഒരു കാര്യം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ക്ഷമിക്കണം, നിങ്ങൾക്ക് ആഗ്രഹം കാണും കഴിക്കണമെന്ന്, പക്ഷെ ഇത് ഞങ്ങളുടെ ഷോ ആയതുകൊണ്ട് ഞങ്ങൾ കഴിക്കണം. പക്ഷെ ചേട്ടൻ പറഞ്ഞ അതൊരു ശരിക്കും എന്റെ പ്രേക്ഷകർക്ക് വിശ്വാസമാവും. അല്ല, എന്റേത് നല്ല പറഞ്ഞു. കുറച്ചു മുമ്പ് ആരോ പറഞ്ഞല്ലോ ചേച്ചി എന്തൊക്കെയോ കുക്ക് ചെയ്യുന്നു, ഒന്ന് പ്രൂവ് ചെയ്യണ്ടേ നമുക്ക്? അല്ല, ഞാൻ ആദ്യം പറഞ്ഞു. ആരോ പറഞ്ഞില്ലേ? ആരോ പറഞ്ഞു. ചേച്ചി കേട്ടായിരുന്നോ? ഞാൻ കുറച്ച് കേട്ടു. നമുക്ക് തുടങ്ങണ്ടേ ചേട്ടാ കഴിച്ചിട്ട്? കഴിച്ചിട്ട് എനിക്ക് ആ കറി ഉണ്ടാക്കി തന്നിട്ട് പോയാ വെറുപ്പിക്കണോ? ചേച്ചി ഞങ്ങൾക്ക് എന്തായാലും വാക്ക് തന്നതാ. എന്റെ പ്രേക്ഷകർക്ക് ഈ പറഞ്ഞ പോലെ ബോണസ് ആണ് ഒരു റെസിപ്പി എക്സ്ട്രാ. ദ ഗ്രേറ്റ് MG റെസിപ്പി നോക്കാം. ഇത് സൂപ്പർ ആയിരുന്നു. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഓണസ്റ്റ്ലി നന്നായിട്ടുണ്ട്. താങ്ക് യു. ഇവ ഈ എപ്പോഴും കാലിക്കട്ടി പോകുമ്പോൾ ഞാൻ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, മുസ്ലിം ഫാമിലി ഫ്രണ്ട്സ്, നമ്മുടെ ലിബർട്ടി ബഷീർ ഉൾപ്പെടെ. അതെ, പിന്നെ അതുപോലെ ഒരുപാട് പേരുണ്ട്. പിന്നെ മലബാർ ഗോൾഡിൻ്റെ അദ്ദേഹം. അപ്പോൾ അങ്ങനെ അവരുടെയൊക്കെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ അമ്മോ എന്തൊക്കെ ഭക്ഷണം. ഞാൻ എപ്പോഴും പറയും മലബാറുകാരെ വെല്ലാൻ ഓരോ ദിവസവും ഓരോ വിഭവങ്ങളാണ്. ഇന്ന് വെച്ചത് അവർക്ക് മറ്റന്നാ എന്നാന്ന് പോലും അറിയത്തില്ല. അന്ന് പുതിയൊരു ഐറ്റം വരും. ദൈവം തമ്പുരാൻ കൈപുണ്യം അറിഞ്ഞു കൊടുത്തിരിക്കുന്ന സൈഡാണ്. അതെ. അപ്പൊ ഇന്ന് തന്നെ എനിക്ക് ആനീസ് കിച്ചണിൽ വരാൻ പറ്റിയ എനിക്കൊരു വലിയ ഭാഗ്യമാണ്. കാരണം ആഹാരത്തിന്റെ രാജാക്കന്മാരാണ് അവര്. കാരണം അതാണ് അവരുടെ ഒരു സ്പെഷ്യൽ സംഭവമാണ്. കാരണം കോഴിക്കോട് പോയി കഴിഞ്ഞാൽ തന്നെ എന്തുമാത്രം നമുക്ക് വെല്ലാൻ പറ്റിയല്ല അവരുമായിട്ട്. നമ്മൾ അവരുടെ അടുത്ത് അവരുടെ രുചി അറിഞ്ഞ് പഠിക്കാൻ പോലും നമുക്ക് ഒരു ഭാഗ്യം. സത്യം, ബിരിയാണി പോലും നമ്മൾ അവിടെ. അതെ. Ali's Kitchen. Let's cook with love.